ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ വാങ്ങി വളർത്താറുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ അഡീനിയം ചെടികൾ. ഏത് കാലാവസ്ഥയിലും വളർത്താം. അതേപോലെ പൂക്കൾ നല്ല ഭംഗിയിൽ വളരും. അതിൻ്റെ കൂടാതെ തന്നെ ഇതിന് കുറഞ്ഞ മെയിൻ്റനൻസ് മതി എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ നിറയെ വാങ്ങി വളർത്താറുണ്ട്. ഈ ചെടികളുടെ തൈകളൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ചും അല്ലാതെ തണ്ട് മുറിച്ച് നട്ടുമൊക്കെ നമ്മൾ വളർത്തിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു തൈ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം അഡീനിയം ചെടികളുടെ നിറയെ പൂക്കളുണ്ടാകുന്ന ചെറിയ തണ്ടുകൾ നമ്മൾ കളക്ട് ചെയ്യുക. ആ തണ്ടുകൾ നമ്മൾ പുതിയ ചെടിയിലേക്ക്, പുതിയ തൈയിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിൽ പൂക്കൾ വളർന്നിട്ടുള്ള ഒരു അഡീനിയത്തിൻ്റെ കട്ടിങ്ങാണ്. അഡീനിയത്തിൻ്റെ തണ്ടിൻ്റെ ചെറിയ കട്ടിങ്ങുകൾ കിട്ടിയാൽ മതി. ആ കട്ടിങ്ങുകളാണ് നമ്മൾ ഈ ചെടിയിലേക്ക് വേര് പിടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രീതിയിൽ നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ ഇതേപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൈകളിൽ ഇതേപോലെ കട്ടിങ്ങുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ആ കട്ടിങ്ങുകളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ച് വരികയും ചെയ്യും. അപ്പം ഏത് കട്ടിങ്ങാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഫ്ലവർ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ വിത്ത് മുളപ്പിച്ച് വേര് പിടിപ്പിച്ച് വെച്ച തൈകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറേ തൈകൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അഡീനിയം ചെടികളിലായാലും വിത്തുകളുണ്ടാവും. അത് മുളപ്പിച്ച് നമുക്ക് നിറയെ തൈകൾ കിട്ടും. ആ തൈകളിലാണ് നമ്മൾ ഈ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മൾ ചെടിയിൽ നിന്ന് നമ്മൾ ഇതേപോലെ ചെറിയൊരു കട്ടിങ് ആദ്യം എടുക്കുന്നു. പിന്നെ നമ്മൾ തൈയുടെ അടിവശം ഈ ഒരു രീതിയിൽ നമ്മൾ ഏകദേശം 3-4 ഇഞ്ച് ഉയർത്തി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെടിയുടെ കട്ടിങ് നമുക്ക് മുറിച്ചെടുക്കാം. തലഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ കട്ടിങ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പം മുറിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയായാലും ബ്ലേഡായാലും സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ഈ കട്ടിങ് നമുക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നട്ട് കൊടുത്താലും ഈ ഒരു പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മുറിച്ചെടുത്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു കട്ടിങ്ങിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കട്ടിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പൊടിയോ ചളിയോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മളതിന് മുകളിൽ വെച്ച് കൊടുത്ത് നമ്മളതിൻ്റെ മുകളിൽ ഒരു കവറിട്ട് ബാൻഡേജ് ഇട്ട് ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടി അതിൽ പിടിച്ച് കിട്ടും. ആ ഒരു കട്ടിങ് അതിൽ പിടിച്ച് ആ കട്ടിങ്ങിൽ നിന്ന് തന്നെയാണ് പുതിയ മുളകൾ വരാറുള്ളത്. അപ്പം അത് ഏകദേശം ഒരു മാസത്തോളം എടുക്കും നമ്മൾ ആ കട്ടിങ് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കവർ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇത് ഇനി നമുക്ക് മഴയൊന്നും കൊള്ളാതെ അധികം വെയിലൊന്നും ഏൽക്കാത്ത ഒരു ഷെയ്ഡിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. ഏകദേശം 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചെടി ഇതിൽ ഒട്ടി കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്ത് അത് തൈകൾ മുളച്ച് വരുന്നത് അനുസരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ ചെടി അഡീനിയം ചെടികളുടെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ അഡീനിയം ചെടികൾ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ അതിലുണ്ടായി കിട്ടും. അതുകൂടാതെ മഴക്കാലത്താണെങ്കിൽ നമ്മൾ അധികം മഴ കൊള്ളിക്കാതിരിക്കുക അഡീനിയം ചെടികൾക്ക്. അഡീനിയം ചെടികളുടെ ചുവടുവശം നമ്മൾ കാഡക്സ് എന്ന് പറയുന്ന ഭാഗം അധികം മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ അഡീനിയം ചെടികളുടെ വിത്തുകളാണ്. ഈ വിത്തുകളാണ് നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ മുളച്ച് വന്നിട്ടുള്ള തൈകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അഡീനിയം ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗ്രാഫ്റ്റിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇതേപോലെ പൂക്കളൊക്കെ ഉള്ള ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്കതിലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.